QM 2025 സെറ്റ് എ എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ 24th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ ഇതാണ്: P of x equal to x raised to 20 25 and Q of x is equal to x raised to 4 plus x cube plus 2x square plus x plus 1. Let R of x be the polynomial remainder when the polynomial P of x is divided by the polynomial Q of x. Okay, we have to find R of 3. So ഇതാണ് നമ്മുടെ P of x. ആൻഡ് ഈ P of x നെ നമ്മൾ Q of x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ അപ്പോൾ വരുന്ന റിമൈൻഡർ ആണ് ദിസ് R of x. ഓക്കെ, ആൻഡ് R of 3 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ R of x എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം അല്ലേ. ഇതിൽ Q of x കൊണ്ടാണ് നമ്മൾ P of x നെ ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. P of x is divided by Q of x. Q of xന്റെ ഡിഗ്രി നോക്കുകയാണെങ്കിൽ 4 ആണ് അല്ലേ. സോ എന്തായാലും റിമൈൻഡറിന്റെ ഡിഗ്രി വിൽ ബി ലെസ് ദാൻ 4, റൈറ്റ്? ലെസ് ദാൻ 4 ആയിരിക്കും. നമുക്ക് റിമൈൻഡറിനെ ഇങ്ങനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് ax ക്യൂബ് പ്ലസ് bx സ്ക്വയർ പ്ലസ് cx പ്ലസ് d, ഒരു a b c d ആർ റിയൽ നമ്പേഴ്സ്. ഓക്കെ, അത് ഡിഗ്രി 4-നേക്കാളും ചെറുതായത് ഡിഗ്രി 3 ഉള്ള ഒരു പോളിനോമിയലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദിസ് ഇസ് അവർ ആർ ഓഫ് എക്സ്. സോ നമ്മുടെ ഡ്യൂട്ടി എന്താ? ഇവിടെ എ ബി സി ഡി എന്താന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എക്സിന് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി, റൈറ്റ്? ഓക്കെ, സോ ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് 2x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്നാണല്ലേ. അപ്പൊ ഇതിനൊരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ് കേട്ടോ. അതായത് 2x സ്ക്വയറിനെ ഞാൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതുകയാണ്. കുഴപ്പമില്ലല്ലോ. പ്ലസ് എക്സ് പ്ലസ് 1. ഞാനിത് ഇതിനെയും ഗ്രൂപ്പ് ചെയ്യണം, ഇതിനെയും ഗ്രൂപ്പ് ചെയ്യണം. ആൻഡ് ഫസ്റ്റത്തെ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുക്കുകയാണ്. സോ ദിസ് ബിക്കംസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്നായിട്ട് മാറും, റൈറ്റ്? Plus the other one is also x square plus x plus 1. Right? I mean, easy to factorize ചെയ്യാം. That is x square plus x plus 1 into x square plus 1 ആയിരിക്കും നമ്മുടെ q of x എന്ന് പറയുന്നത്. Yes. So what are the roots of q of x? ഈ q of x ന്റെ റൂട്ട്സ് ഇവിടെ റിയൽ റൂട്ട്സ് ഇതിനുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ is equal to minus 1 എന്നാണ് വരിക, റൈറ്റ്? ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു എന്താണ്? പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് 1. ഓക്കെ, ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് കോംപ്ലെക്സ് റൂട്ട്സ്. റിയൽ റൂട്ട്സ് ഉണ്ടാവില്ല, ഇറ്റ് ഹാസ് കോംപ്ലെക്സ് റൂട്ട്. നമ്മൾ കോംപ്ലെക്സ് നമ്പറിനെ കുറിച്ചൊക്കെ എക്സ് ആൻഡ് വൈയുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത് ഹയർ ക്ലാസ്സസിൽ പഠിക്കുന്നതാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ഇതുപോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് നേരത്തെ തന്നെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത്. സോ ദ ആൻസർ, ദിസ് ഇസ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഇസ് പ്ലസ് ഓർ മൈനസ് ഐ. എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് മൈനസ് 1-ന് നമ്മൾ ഐ, ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയാണ്. റൂട്ട് ഓഫ് മൈനസ് 1 ഇസ് ഐ. ആൻഡ് വാട്ട് ഇസ് ഐ സ്ക്വയർ? ഇതിനെ സ്ക്വയർ ചെയ്താൽ നമുക്ക് മൈനസ് 1 എന്ന് കിട്ടും അല്ലേ. സോ ഐ സ്ക്വയർ ഇസ് മൈനസ്. നൗ വാട്ട് ഇസ് ഐ ക്യൂബ്? ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ യു ഗെറ്റ് ഐ. ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഐ ക്യൂബ് ഇസ് ഐ. ആൻഡ് വാട്ട് ഇസ് ഐ റേസ് ടു 4? അഗെയിൻ നമ്മൾ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഐ റേസ് ടു 4 കിട്ടും അല്ലേ. ദാറ്റ് മീൻസ് ദിസ് ഇസ് 1. So this is minus I. Okay, I cube is minus I and I raised to 4 is 1. Yeah. Next, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്നുണ്ട് അല്ലേ. ഇതിനും എന്താണ്? റിയൽ റൂട്ട്സ് ഇല്ല. ഇതിന്റെ ഡിറ്റർമിനന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഡിറ്റർമിനന്റ് ഇസ് ബി സ്ക്വയർ മൈനസ് 4ac അല്ലേ. ദാറ്റ് ഇസ് 1 മൈനസ് 4 വിച്ച് ഇസ് മൈനസ് 3 എന്നാണ് കിട്ടുക. ദാറ്റ് മീൻസ് determinant is negative. That means it has no real roots. And ഇതിന്റെ റൂട്ട്സും കോംപ്ലെക്സ് റൂട്ട്സ് ആണ്. ദാറ്റ് ഇസ് ഒമേഗ ആൻഡ് ഒമേഗ സ്ക്വയർ എന്നാണ്. ഫോർ എക്സാമ്പിൾ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒമേഗ സ്ക്വയർ എടുത്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഹയർ ക്ലാസ്സസിൽ പഠിക്കും. ഡോണ്ട് വറി. ഇപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ദ റൂട്ട്സ് ആർ ഒമേഗ ആൻഡ് ഒമേഗ സ്ക്വയർ. ഓക്കെ, സോ ഒമേഗ ക്യൂബ് എന്ന് പറയുന്നത് 1 ആണ്.
ആൻഡ് 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 ആണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. യെസ്, ഓക്കെ അല്ലേ? ഇനി നമുക്കിവിടെ ക്യൂ ഓഫ് എക്സിന്റെ റൂട്ട്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായി അല്ലേ? വാട്ട് ആർ ദ റൂട്ട്സ് ഓഫ് ക്യൂ ഓഫ് എക്സ്? റൂട്ട്സ് ഓഫ് ക്യൂ ഓഫ് എക്സ് എന്തൊക്കെയായിരുന്നു? റൂട്ട്സ് ഓഫ് ക്യൂ ഓഫ് എക്സ് ഇസ് ഐ മൈനസ് ഐ ഒമേഗ ആൻഡ് ഒമേഗ സ്ക്വയർ. യെസ്. ഇത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു എക്സ്പ്രഷൻ ദാറ്റ് ഇസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂ ഓഫ് എക്സ് കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു കോഷ്യന്റ് കിട്ടും അല്ലെ? ആ കോഷ്യന്റ് ഞാൻ സ്മോൾ ലെറ്റർ ക്യൂ ഓഫ് എക്സ് എന്ന് വിളിക്കുകയാണ്. പ്ലസ് റിമൈൻഡർ ഇസ് ആർ ഓഫ് എക്സ്. എഴുതിക്കൂടെ? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഓക്കെ, ഇവിടെ ക്യൂ ഓഫ് എക്സ് എന്താണെന്ന് നമുക്കറിയാം. ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. ആൻഡ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ഇസ് എ കോഷ്യന്റ് പ്ലസ് റിമൈൻഡറിനെ നമ്മൾ എന്താ എടുത്തിട്ടുള്ളത്? തേർഡ് ഡിഗ്രി അല്ലേ? ദാറ്റ് ഇസ് എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി എന്ന് എടുത്തിട്ടുണ്ട്. ആൻഡ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു 2025 ആണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ക്യൂ ഓഫ് എക്സിന്റെ റൂട്ട്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഫസ്റ്റത്തെ റൂട്ട്സ് ഐ ആണ് അല്ലേ? അപ്പോൾ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഐ റേസ് ടു 2025 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഒരു ടേം കംപ്ലീറ്റ്ലി 0 ആയിട്ട് പോവും. ബിക്കോസ് ഇതിന്റെ റൂട്ട്സ് ആണെങ്കിൽ ഈ ടേം 0 ആണ്. ഇത് 0 ആയി കഴിഞ്ഞാൽ ദിസ് ടേം ഇസ് കംപ്ലീറ്റ്ലി 0. ബാക്കി നമുക്ക് ഉണ്ടാവുന്നത് എന്താ? എ ഐ ക്യൂബ് പ്ലസ് ബി ഐ സ്ക്വയർ പ്ലസ് സി ഐ പ്ലസ് ടി. ഐ റേസ് ടു 2025 എന്ന് പറയുമ്പോൾ നമ്മൾ ഐ റേസ് ടു 4 ഇസ് 1 അല്ലേ? അപ്പോൾ ഐ റേസ് ടു 4 ഇൻറ്റു ഐ റേസ് ടു 4ന്റെ പവേഴ്സ് നോക്കുക. 4ന്റെ പവേഴ്സ് 2024 എന്ന് പറയുന്നത് 4ന്റെ പവേഴ്സ് ആണ്. സോ ഐ റേസ് ടു 2024 ഇൻറ്റു ഐ എന്ന് നമുക്ക് ഇതിന് എഴുതാം അല്ലേ? ഐ റേസ് ടു 2024 എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ 1 ഇൻറ്റു ഐ ഈസ് ഐ, റൈറ്റ്? സോ ദിസ് ഇസ് ഐ ഈക്വൽ ടു ഐ ക്യൂബ് എന്താണ്? മൈനസ് ഐ ആണ്. ഓക്കെ, ഐ സ്ക്വയർ മൈനസ് 1 ആണ് പ്ലസ് സി ഐ പ്ലസ് ടി. കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ അതിന് റിയൽ പാർട്ടും ഉണ്ടാവും, ഇമാജിനറി പാർട്ടും ഉണ്ടാവും. ഐ വരുന്ന ടേമിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇമാജിനറി പാർട്ട് എന്ന്. ഐ ഇല്ലാത്ത ടേമിനെയാണ് നമ്മൾ റിയൽ പാർട്ട് എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു കേസിൽ ഇവിടെയാണ് ഐ വരുന്നത് അല്ലേ? ദാറ്റ് ഇസ് സി മൈനസ് എ ഇൻറ്റു ഐ പ്ലസ് ഡി മൈനസ് ബി. ഓക്കെ, അപ്പൊ ഇവിടെ ഐ എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഐയുടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 1 ആണ്, വിച്ച് മീൻസ് സി മൈനസ് എ ഇസ് ഈക്വൽ ടു 1. സോ നമുക്ക് എങ്ങനെ എഴുതാം? C minus A is equal to 1 or C equal to A plus 1. ഓക്കെ അല്ലേ? ആൻഡ് അതുപോലെ തന്നെ റിയൽ പാർട്ട് ഇവിടെ എന്താണ്? റിയൽ പാർട്ട് 0 ആണ്. ഇവിടെ ഐ മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് റിയൽ പാർട്ട് 0, വിച്ച് മീൻസ് D minus B is equal to 0 or B equal to D. B equal to D. Clear? So നമ്മുടെ പോളിനോമിയൽ ഇക്വേഷനിൽ നമുക്ക് ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is x raised to 2025 is equal to q of x into quotient plus ഇവിടെ എനും നമുക്കിവിടെ സിനെ എ പ്ലസ് 1 ഡിനെ ബി എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഇസ് എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് ഡി. ഓക്കെ, അഗെയിൻ നമ്മളിവിടെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഒമേഗ ഇസ് റൂട്ട് ഓഫ് ക്യൂ ഓഫ് എക്സ്. ക്യൂ ഓഫ് എക്സിന്റെ റൂട്ട് ആയതുകൊണ്ട് തന്നെ ഈ ടേം കംപ്ലീറ്റ്ലി 0 ആയിട്ട് പോകും. സോ ഒമേഗ റേസ് ടു 2025 ഇസ് ഈക്വൽ ടു എ ഒമേഗ ക്യൂബ് പ്ലസ് ബി ഒമേഗ സ്ക്വയർ പ്ലസ് എ പ്ലസ് 1 ഒമേഗ പ്ലസ് ഡി. ഡി അല്ല, ഡിനെ നമ്മൾ ബി എന്നാണ് എഴുതുന്നത് അല്ലെ? ഡി ഈക്വൽ ടു ബി എന്നാണ് നമുക്ക് കിട്ടിയത്. സോ ഡി ഈക്വൽ ടു ബി. ഓക്കെ അല്ലേ? യെസ്. സോ ദിസ് ഇസ് ഒമേഗ ക്യൂബ് എന്ന് പറയുന്നത് 1 ആണ്. സോ ഇറ്റ് ഇസ് എ ആൻഡ് ഇവിടെ ഒമേഗ റേസ് ടു 2025.
എന്ന് പറയുമ്പോൾ it is omega cube into 675 ആണ്. Which is again 1 തന്നെ ആയിട്ടാണ് മാറുക. So this becomes 1. Right? So AB omega square plus B. അല്ലേ? That is plus B into omega square plus 1 plus A plus 1 omega. Okay. So 1 plus omega square എന്ന് പറയുന്നത് 0 ആണ്. Which means omega square plus 1 എന്ന് പറയുന്നത് minus omega ആണ്. So I'm just replacing this with minus omega. So this becomes A minus B omega plus A plus 1 into omega. Okay. So this is equal to A omega രണ്ടിലും common ആണ്. That means A minus B plus 1 അല്ലെങ്കിൽ A plus 1 minus B into omega. Okay. So നമുക്ക് എന്താ കിട്ടുക നെക്സ്റ്റ് സ്റ്റെപ്പിൽ? That is 1 minus A is equal to A plus 1 minus B into omega. So omega എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലക്സ് നമ്പർ ആണ്. Whereas this is not complex. A എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ് അല്ലേ? മീൻസ് A എന്ന് പറയുന്നത് എങ്ങനെയാണ്? A നമ്മൾ റിയൽ നമ്പർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. സോ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് റിയൽ ആൻഡ് ദിസ് ഇസ് കോംപ്ലക്സ്. അപ്പൊ ഇത് പോസിബിൾ ആവുന്ന ഒരേ ഒരു കേസ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് എ ഈക്വൽ ടു 0 ആവണം. അതുപോലെ എ പ്ലസ് 1 മൈനസ് ബി ഈക്വൽ ടു 0 ആവുന്ന കേസിൽ മാത്രമാണ് ഇത് പോസിബിൾ ആവുക. വിച്ച് ഇസ് എ ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ. അപ്പൊ എ 1 എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് 1 പ്ലസ് 1 മൈനസ് ബി ഈക്വൽ ടു 0 വിച്ച് ഇസ് ബി ഈക്വൽ ടു 2 എന്ന് കിട്ടും. എ 1 എന്നും ബി 2 എന്നും കിട്ടിക്കഴിഞ്ഞാൽ സി എന്താണെന്ന് നമുക്ക് പറയാം. സി എന്തായിരുന്നു? സി ഇസ് ഫസ്റ്റ് ഇവിടെ എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സി ഇസ് വാട്ട്? സി ഇസ് എ പ്ലസ് 1 ആണ് അല്ലേ? സി ഇസ് എ പ്ലസ് 1. നമ്മൾ ഇവിടെ എഴുതിയത് യെസ്, നമ്മൾ ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കേസിൽ സി ഈസ് എ പ്ലസ് 1, റൈറ്റ്? സോ വി ക്യാൻ ജസ്റ്റ് റൈറ്റ് ദാറ്റ് സി ഈസ് എ പ്ലസ് 1, സോ വിച്ച് ഇസ് 2. അതുപോലെ ബി ഈക്വൽ ടു ഡി ആണ്. സോ ഡി ഈസ് ഓൾസോ ഈക്വൽ ടു 2. ഓക്കെ. അപ്പൊ നമ്മുടെ ആർ ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി ആണ്. ഇതിൽ എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് 2 ആണ്, സി എന്ന് പറയുന്നത് 2 ആണ്, ഡി എന്ന് പറയുന്നതും 2 ആണ്. യെസ്. സോ വാട്ട് ഈസ് ആർ ഓഫ് 3? ആർ ഓഫ് 3 എന്ന് പറഞ്ഞാൽ എക്സിന് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 ക്യൂബ് 3 ഇൻ 3 9, 9 3 27 പ്ലസ് 3 square 9, 9 into 2 18 plus 3 into 2 6 plus 2. 6 plus 2 8, 8 plus 18 എന്ന് പറയുമ്പോൾ 27 plus 26. Yes. So 6 plus 6 12 plus 1 3 which is 53 എന്നായിരിക്കും ആൻസർ വരിക. സോ ആർ ഓഫ് 3 is 53. സോ ബേസിക്കലി ഇവിടെ കോംപ്ലക്സ് നമ്പറിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 8th 9th 10th ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നില്ല, ഹയർ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ കോംപ്ലക്സിന്റെ ഒരു പാർട്ടും കൂടി ഉണ്ടെങ്കിലാണ് ഈ പ്രോബ്ലം കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ. ഇതിൽ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്നും ഒമേഗ ക്യൂബ് ഈക്വൽ ടു 1 എന്നും നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ ഐ എന്താണ് അല്ലെങ്കിൽ ഐ എന്താണെന്നുള്ളതും, ഐ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് മൈനസ് 1 ആണ്. അതുപോലെ ഐ റേസ് ടു 4 ഇസ് ഈക്വൽ ടു 1 ആണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് അറിഞ്ഞാൽ ഇത് സോൾവ് ചെയ്യാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.